ഹലോ മക്കളെ, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. അപ്പൊ നമ്മള് ഇന്ന് സോഷ്യൽ സയൻസിൽ പഠിക്കുന്ന പുതിയ ചാപ്റ്ററിന്റെ പേരാണ് ദ മേക്കിംഗ് ഓഫ് റീജിയണൽ കൾച്ചേഴ്സ്. അല്ലെ, റീജിയണൽ കൾച്ചേഴ്സ് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? അല്ലെ, ഓരോ റീജിയൺ ആയിട്ട് ഓരോ നാട്ടിലും ഓരോരോ കൾച്ചർ ഉണ്ട്. അല്ലെ, നമ്മൾ കേരളത്തിലുള്ള ഒരു കൾച്ചർ ആയിരിക്കില്ല ചിലപ്പം ആസാമിലോ ഒറീസയിലോ ഒക്കെ ഉള്ള ആൾക്കാരെ ഫോളോ ചെയ്യുന്നുണ്ടാവുക. അതേ കൾച്ചർ ആയിരിക്കില്ല വേറെ നമുക്ക് ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാരെ ഫോളോ ചെയ്യുന്നുണ്ടാവും. അല്ലെ, അപ്പൊ ഓരോ സ്ഥലത്തും ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചർ ആയിരിക്കും. അല്ലെ, വെസ്റ്റേൺ കൾച്ചർ എന്ന് നിങ്ങൾ കേട്ടിട്ടല്ലേ? അത് ഇന്ത്യന്റെ പുറത്തുള്ള ആൾക്കാർ ഫോളോ ചെയ്യുന്ന കുറച്ച് കൾച്ചർ ഉണ്ട്. അല്ലെ, അപ്പം ഈ ഒരു കൾച്ചർ ചിലപ്പോൾ നമ്മൾ അവരുടെ കൾച്ചേഴ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്ത്, അല്ലെ നമ്മൾ അവരെ കണ്ടിട്ടല്ലേ, ഇപ്പൊ സോഷ്യൽ മീഡിയാസ് ഒക്കെ ഉണ്ട്, അവരെ കണ്ടിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ, കുറച്ച് പുതിയ ഫാഷൻ, പുതിയ സ്റ്റൈലുകളൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലെ, അതുപോലെ തന്നെ നമ്മുടെ അവരെടുക്കുന്നുണ്ട്. അല്ലെ, കുറെ ഫോറിനേഴ്സ് ഒക്കെ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് നല്ല പട്ടുസാരി ഒക്കെ കൊടുത്തിട്ട് അല്ലെങ്കിൽ കസവ് സാരി ഒക്കെ കൊടുത്തിട്ട് നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? സോ എല്ലാ കൾച്ചർ എന്ന് പറയുമ്പോൾ ഡ്രസ്സിംഗ് ഉണ്ട്, അവരുടെ സംസാരം ഉണ്ട്, അവർ ഫോളോ ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ ഉണ്ട്, എല്ലാം കൾച്ചറിനകത്ത് വരും കേട്ടോ. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? മേക്കിംഗ് ഓഫ് റീജിയണൽ കൾച്ചേഴ്സ്. അല്ലെ, ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഏരിയയില് കൾച്ചറുകൾ, ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചറുകൾ എങ്ങനെയാണ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ, കുഞ്ഞു ചാപ്റ്റർ ആണ്, ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് പോകുന്നത്. ദാറ്റ് ഈസ് ദ മേക്കിംഗ് ഓഫ് റീജിയണൽ കൾച്ചേഴ്സ്. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, So one of the commonest ways of describing people is in terms of the language they speak. അല്ലെ, നമ്മൾ ആ ഒരു സ്ഥലത്തുള്ള ആൾക്കാരെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചോയ്സ് എന്ന് പറയുന്നത് അവർ സംസാരിക്കുന്ന ഭാഷയായിരിക്കും. അല്ലെ, നമ്മൾ കേരളത്തിലാണെങ്കിൽ അല്ലെ മലയാളം പറയുന്ന ആൾക്കാരാണ് അല്ലെ മലയാളികൾ എന്ന് പറയില്ലേ? കേരളത്തിലുള്ള ആൾക്കാരെ മലയാളികൾ എന്ന് പറയും. തമിഴ്നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരെ തമിഴ് സംസാരിക്കുക, തമിഴന്മാരെന്ന് പറയും. അല്ലെ, അങ്ങനെ ഒരു ഭാഷയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ചിലപ്പം എന്ത് ചെയ്യും, ആ ഒരു സ്ഥലത്ത് നമ്മൾ അല്ലെ ഒറീസ സംസാരിക്കുമ്പം അല്ലെ ഒറീസയിലുള്ള ആൾക്കാർ അല്ലെ ഒറീസ ഭാഷ ഒറിയ സംസാരിക്കുന്ന ആൾക്കാര് അങ്ങനെ പറയും. ഇനി ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാര് അല്ലെ ബംഗാളിലുള്ള ആൾക്കാരെ ബംഗാളികൾ, അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്. പഞ്ചാബ് സംസാരിക്കുന്ന പഞ്ചാബിലുള്ള ആൾക്കാരെ പഞ്ചാബി എന്നൊക്കെ പറയും. അല്ലെ, അപ്പം ആ രീതിയിൽ ഭാഷയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്ഥലത്തെ നമ്മൾ സംസാരിക്കാറുണ്ട്. സോ one of the commonest ways of describing people is in terms of the language they speak. When we refer to a person as Tamil or an Oriya, this usually means that he or she lives in Tamil Nadu or Orissa. ഒറീസയിലാണെങ്കിൽ ഒറിയ, തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴ് എന്നൊക്കെയാണ് നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ആൻഡ് we also tend to associate each region with distinctive kinds of food. അല്ലെ, അവർ കഴിക്കുന്ന ഫുഡ് ഡിഫറെന്റ് ആയിരിക്കും. അല്ലെ, കേരളത്തിലുള്ള ആൾക്കാരൊക്കെ ചോറും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പച്ചക്കറി മീൻകറി ഒക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. അല്ലെ, പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോൾ ഗോതമ്പിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇനി ഔട്ട്സൈഡ് ആണെങ്കിൽ അല്ലെ വേറെ ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ കഴിക്കുന്ന നമ്മൾ കഴിക്കുന്ന പോലെ ചോറും കറിയൊക്കെ ആണോ കഴിക്കുന്നത്? അല്ലെ, ഒരു ഡിഫറെന്റ് ടൈപ്പിലുള്ള സാലഡ്സോ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള വെസ്റ്റേൺ ആൾക്കാർ അഡോപ്റ്റ് ചെയ്യുന്നത് വേറെ ഫുഡും വേറെ ലൈഫ് സ്റ്റൈലൊക്കെയാണ്. അല്ലെ, നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പം ഒന്ന് അവർ കഴിക്കുന്ന ഭക്ഷണം അല്ലെ വേറെ നമ്മൾ കഴിക്കാത്ത ജീവികളെ കഴിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അല്ലെ, നമ്മൾ പാമ്പിനൊന്നും അധികം കഴിക്കാറില്ല. അല്ലെ, പാമ്പിനൊക്കെ കഴിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഷെല്ലുള്ള ആൾക്കാർ ലൈക്ക് കോക്രോച്ച് അങ്ങനത്തെ വണ്ടുകളെയൊക്കെ നമ്മൾ കഴിക്കാത്ത ആൾക്കാർ, പക്ഷെ അത് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ചില ഡിഫറെന്റ് ആയിട്ടുള്ള പുഴുകളെയൊക്കെ നമ്മൾ പൊതുവെ അങ്ങനത്തെ ഭക്ഷണമൊന്നും കഴിക്കാറില്ല. അല്ലെ, തവളേനൊന്നും നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ കഴിക്കാറില്ല. പക്ഷെ ചില ഏരിയയിൽ ഇന്ത്യക്ക് പുറത്തുള്ള ചില ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം ഇതിനൊക്കെ അവർക്ക് ലീഗലി കഴിക്കാനുള്ള പെർമിഷനും ഉണ്ട്. അത് ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം കഴിക്കുന്ന ഫുഡിന്റെ വെറൈറ്റി, അതുപോലെ തന്നെ അവർ ധരിക്കുന്ന ഡ്രസ്സുകൾ അല്ലെ, നമ്മൾ പൊതുവേ സാരി അല്ലെങ്കിൽ ചുരിദാറൊന്നും പിന്നെ വന്നതാണ്. നമ്മൾ വെസ്റ്റേൺ ആകുമ്പോൾ വേറെ ടൈപ്പ് ഓഫ് ഡ്രസ്സുകൾ അല്ലെ സ്യൂട്ട്, അതൊക്കെ നമ്മൾ പുറത്തുള്ള ആൾക്കാരാണ് അഡാപ്റ്റ് ചെയ്യുന്നത്. അപ്പം ഒരു സ്ഥലത്തിന് നമ്മൾ അവർ ധരിക്കുന്ന വേഷത്തിന്, കേരളത്തിലാണെങ്കിൽ പൊതുവെ ആൾക്കാർ എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലെ അവർ സാരിയാണ് കൂടുതലായിട്ടും ധരിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മള് ക്ലോത്തിനെ വെച്ചിട്ട് അവരുടെ പോയട്രി, അവരുടെ ഡാൻസ് അല്ലെ വെസ്റ്റേൺ മ്യൂസിക് വേറെയാണ്. അല്ലെ, നമ്മൾ കേരളത്തിൽ കേട്ട് വളരുന്ന ഒരു പാട്ട് പോലെയാണോ വെസ്റ്റേൺ മ്യൂസിക്സ് ഒക്കെ വരുന്നത്? അല്ലെ, അപ്പൊ അവിടുത്തെ പോയട്രി, അവിടുത്തെ മ്യൂസിക്, അവിടുത്തെ പെയിന്റിങ്, അവരുടെ ഡാൻസ് അല്ലെ, ഡാൻസിന് ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെ വെസ്റ്റേൺ പഠിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഡാൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ആൻഡ് പെയിന്റിങ്. അപ്പം എല്ലാം വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു റീജിയണൽ കൾച്ചർ ഡെവലപ്പ് ചെയ്തിട്ട് വരുന്നത്.
and sometimes we take these identities for granted and assume that they have existed from time immemorial. അല്ലെ? അപ്പൊ നമ്മള് നമ്മളെന്ത് വിചാരിക്കും, അവര് പണ്ട് മുതലേ അതിങ്ങനെ ഫോളോ ചെയ്ത് വരുന്ന ഒരു സിസ്റ്റമാണ്, അതാണ് അവിടുത്തെ ആ ഒരു ഏരിയയുടെ അവിടെ അപ്പം മുതലേ ഉള്ള ഒരു സിസ്റ്റം അതാണ്, അല്ലെ? ആ ഏരിയ ഉണ്ടായ കാലം മുതലേ ഉണ്ടായിട്ടുള്ള ഒരു സിസ്റ്റം അങ്ങനെയാണ്, അല്ലെങ്കിൽ അതാണ് ഇങ്ങനെ തലമുറകളായിട്ട് ഇങ്ങനെ പകർന്നു വരുന്ന ഒരു സിസ്റ്റമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. However, the frontier separating regions have evolved over time. അല്ലെ? അത് എവല്യൂഷനിലൂടെ വന്നതാണ്. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി അത് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം എന്താണ്, ഒരു 10 വർഷം മുമ്പേ നമ്മൾ സാരി ആയിരുന്നു കൂടുതലായിട്ടും ധരിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെ? കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ സാരി ആയിരുന്നു ധരിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 30 അല്ലെങ്കിൽ ഒരു 20+ ആയിട്ടുള്ള ആൾക്കാരൊക്കെ എന്തായിരുന്നു ധരിച്ചുകൊണ്ടിരുന്നത്? 20 വയസ്സ് കഴിയുമ്പോൾ സാരി ആയിരുന്നു ധരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ചുരിദാറാണ് കൂടുതലായിട്ട് ആൾക്കാർ ഫോളോ ചെയ്യുന്നത്. ചുരിദാറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡ്രസ്സസ് ഒക്കെ ആയിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവും. സാരി ധരിക്കുന്ന പൊതുവെ ആൾക്കാർ ഇപ്പൊ എന്താണ്, കുറവാണ്. അപ്പൊ അതൊരു ടൈമിനനുസരിച്ച് ഒരു ഇവല്യൂഷൻ വന്നതാണ്. സാരി ധരിക്കാൻ കംഫർട്ടബിൾ അല്ലാത്ത ആൾക്കാർ, ഇപ്പൊ സാരി ഉടുക്കാൻ അറിയാത്ത ആൾക്കാർ, അല്ലെങ്കിൽ സാരി ഡ്രൈപ്പ് ചെയ്യാൻ അറിയാത്ത ആൾക്കാർക്ക്, അല്ലെങ്കിൽ അതിനുള്ള ടൈമില്ല, അല്ലെ? ആൾക്കാർക്ക് ടൈമില്ല. അപ്പൊ അതിനനുസരിച്ചിട്ട് ആൾക്കാർ അഡോപ്റ്റ് ചെയ്തതാണ് പുതിയൊരു ഡ്രസ്സിങ് സ്റ്റൈല്, ചുരിദാറൊക്കെ ആയിട്ട് അഡോപ്റ്റ് ചെയ്തേക്കാണ്. കാരണം എന്താണ്, അതൊരു ഇവല്യൂഷൻ ആണ്, അല്ലെ? അപ്പം സാരിയിൽ നിന്നും കൂടുതൽ ആൾക്കാർ ഇപ്പൊ ചുരിദാർ സെലക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചേഞ്ച് വന്നു എന്നാണ് അതിനർത്ഥം. അതുപോലെ ഇത്തരം കൾച്ചേഴ്സ് എല്ലാം എന്താണ്, ടൈം പോകുന്നതിനനുസരിച്ച് ഇവോൾവ് ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ ആൻഡ് ഇൻ ഫാക്ട് ആർ സ്റ്റിൽ ചേഞ്ചിങ്, അല്ലെ? ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഓണത്തിന് ഇറങ്ങുന്ന ഡിസൈൻ ആയിരിക്കില്ല അടുത്ത ഒരു ക്രിസ്മസിനോ അല്ലെങ്കിൽ ന്യൂ ഇയറിനോ ഇനി നെക്സ്റ്റ് ഓണാകുമ്പോഴത്തേക്ക് ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടുണ്ട്, അല്ലെ? പുതിയൊരു കസ്റ്റ്യൂം വന്നു, അത് പുതിയ കുറെ ആൾക്കാർ ട്രെൻഡിങ് ഒക്കെ ആയി, കുറെ റീൽസ് ഒക്കെ ഇട്ട് അല്ലെങ്കിൽ കുറെ പബ്ലിഷ് ചെയ്ത് കുറെ പരസ്യമൊക്കെ കൊടുത്ത് കുറെ കഴിയുമ്പോഴത്തേക്ക് 1 മാസം അല്ലെ 2 മാസം കഴിയുമ്പോഴത്തേക്ക് ആ ഫാഷൻ പോയിട്ടുണ്ടാവും മാർക്കറ്റിൽ നിന്ന്. പുതിയ ഫോണുകൾ വരുന്ന ആലോചിച്ചാൽ മതി, അല്ലെ? പുതിയ ഫോണുകൾ ഇറങ്ങുന്നു, 1 വർഷം കഴിയുമ്പോഴത്തേക്ക് അതിന്റെ വേറെ മോഡൽ ഇറങ്ങുന്നു, അല്ലെ? അപ്പൊ എല്ലാം ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Okay, evolving ആയിക്കൊണ്ടിരിക്കുകയാണ്. And also what we understand as regional cultures today are often the product of complex processes of intermixing of local traditions with ideas from other parts of the subcontinent. എങ്ങനെയാണ് പുതിയ ഇവല്യൂഷൻ വരുന്നത്, അല്ലെ? നമ്മുടെ കുറച്ച് റീജിയണൽ ആയിട്ടുള്ള നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യം ഉണ്ടാവും, നമ്മുടെ കുറച്ച് അപ്പുറത്തായിട്ട് അല്ലെങ്കിൽ വേറൊരു റീജിയനിൽ വേറെ ആൾക്കാർ അഡോപ്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യം ഉണ്ടാവും. ഇത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് പുതിയൊരു ട്രഡീഷൻ അങ്ങ് വരും, അല്ലെ? അങ്ങനെയാണ് പുതിയൊരു എന്ത് വരുന്നത്, പുതിയൊരു ഇവല്യൂഷൻ പോലെ വരുന്നത്, അല്ലെ? നമ്മള് എന്താണ് ലാസ്റ്റ് ടൈം ഒക്കെ നിങ്ങൾ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലെ? ഷർട്ടിന്റെ മുകളിലേക്ക് സാരി എടുക്കുന്ന ടൈപ്പ് അങ്ങനത്തെ ഡിസൈൻസ് കണ്ടിട്ടുണ്ടാവും, അല്ലെ? അത് വേറൊരു സൈഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, അഡോപ്റ്റ് ചെയ്യുന്നതാണ്, അല്ലെ? നമ്മൾ സാരിയാണ് യൂസ് ചെയ്യുന്നത്, ആ സാരീന്റെ കൂടെ നമ്മൾ വേറൊരു സ്ഥലത്തുള്ള ആൾക്കാർ അഡോപ്റ്റ് ചെയ്യുന്ന ഡ്രസ് സ്റ്റൈലൊക്കെ അതിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ഒരു മിക്സറായിട്ട് നമ്മൾ പുതിയൊരു ട്രെൻഡ് കൊണ്ടുവരും. അങ്ങനെ എല്ലാ കാലത്തും നമ്മൾ ഇപ്പോഴത്തെ സിനാറിയോനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ പണ്ട് മുതലേ ഇങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട്, അല്ലെ? നമ്മൾ വേറെ സ്ഥലത്തുനിന്ന് അഡോപ്റ്റ് ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ കാര്യങ്ങൾ, നമ്മൾ പുതിയ കൾച്ചറുകൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. And as we will see, some traditions appear specific to some regions, others seem to be similar across region, and yet others derived from older practices in a particular area but take a new form in other region. അല്ലെ? ചിലത് ഒരു സ്ഥലത്ത് അത് പണ്ട് തൊട്ടേ വരുന്നൊരു അവരുടെ ഒരു ട്രഡീഷൻ ആയിരിക്കും. ആ ഒരു ട്രഡീഷൻ ഇപ്പം കേരളത്തിൽ വരുന്ന ഒരു ട്രഡീഷനാണ് സാരി ഉടുത്തിട്ട് വരിക എന്നുള്ളത്. ഈ ഒരു ട്രഡീഷൻ വെസ്റ്റേൺ കൺട്രീസ് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് പുതിയതാ, അല്ലെ? അവർക്കത് പുതിയതാ, അല്ലെ? സാരി ഒക്കെ ഉടുക്കുക എന്ന് പറയുന്നത് അവർക്ക് പുതിയതായിരിക്കും. പക്ഷെ അത് കേരളത്തിൽ ഓൾറെഡി ഉള്ളൊരു സാധനമാണ്, അല്ലെ? അപ്പം ഇങ്ങനെ കൾച്ചേഴ്സിന്റെ ഒരു മിക്സിങ്, നമ്മള് ഇന്ത്യക്കുള്ളില് ഇങ്ങനെ ഒരു മിക്സിംഗ് ഒക്കെ എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നൊക്കെയാണ് നമ്മള് ഈ ഒരു ചാപ്റ്ററിൽ നമ്മള് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. സോ ദ ചേരാസ് ആൻഡ് ദി ഡെവലപ്മെന്റ് ഓഫ് മലയാളം. ഓക്കെ, അതാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത്, അല്ലെ? നമ്മുടെ ഭാഷ എങ്ങനെയാണ് ഡെവലപ്ഡ് ആയിട്ടുള്ളത്, ചേരാസ് ആൻഡ് ദ ഡെവലപ്മെന്റ് ഓഫ് മലയാളം, അതാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. Let us begin by looking at an example of the connection between language and region. Okay, the Chera kingdom of Mahodayapuram.
എന്താണ്? മഹോദയപുരത്തുള്ള ചേര കിങ്ഡം. ചേര കിങ്ഡം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദി 9th century. ഏത് സെഞ്ചുറിയിലാ? 9th centuryയിലായിരുന്നു. എവിടെയാണ്? മഹോദയപുരത്തിലുള്ള ചേര കിങ്ഡം എന്ത് ചെയ്തിട്ടുള്ളത്? എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 9th century. എവിടെയാണെടാ? സൗത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ദി പെനിൻസുല. പെനിൻസുലയുടെ സൗത്ത് വെസ്റ്റ്. നിങ്ങൾക്ക് അറിയാവോ മാപ്പ് നോക്കാൻ വേണ്ടിയിട്ട്? ഇത് നോക്കുമ്പോ ഇത് നോർത്ത് ആണ്, ഇത് ഈസ്റ്റ് ആണ്, ഇത് വെസ്റ്റ് ആണ്, ഇത് സൗത്ത് ആണ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി, ന്യൂസ് വായിച്ചാൽ മതി. അപ്പൊ മേലുള്ളത് നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. അപ്പം എവിടെയാണിത്? സൗത്ത് വെസ്റ്റേൺ റീജിയൺ. അപ്പൊ നിങ്ങൾ ഈ പെനിൻസുലിന്റെ സൗത്ത് വെസ്റ്റേൺ റീജിയൺ എവിടെയാ വരുന്നത്? പാർട്ട് ഓഫ് പ്രസന്റ് ഡേ കേരള. ഇന്നത്തെ കേരളമുള്ള സ്ഥലമാണ് എന്ത്? 9th centuryയിൽ ചേര കിങ്ഡം മഹോദയപുരം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലൈക്ലി ദാറ്റ് മലയാളം വാസ് സ്പോക്കൺ ഇൻ ദിസ് ഏരിയ. കേരളത്തിൽ എന്താ സംസാരിക്കുന്നത്? മലയാളം. അപ്പൊ അത് എവിടെയായിരുന്നു? 9th centuryയിലെ ചേര കിങ്ഡം ആണ് ഒരു മലയാളത്തിന്റെ ആവിർഭാവം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സോ the rulers introduced Malayalam language. അവിടുത്തെ ചേര കിങ്ഡത്തിലെ റൂളേഴ്സ് എന്ത് ചെയ്തു? അവര് പുതുതായിട്ടൊരു ലാംഗ്വേജ് അല്ലെ, മലയാളം എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് സ്ക്രിപ്റ്റ് in their inscriptions. അവരുടെ ഇൻസ്ക്രിപ്ഷനിൽ അവർ മലയാളം എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. In fact, this is one of the earliest example of the use of a regional language and official records in the subcontinent. അല്ലെ, മലയാളം എന്ന് പറയുന്ന ഒരു റീജിയണൽ ലാംഗ്വേജ് എന്താ ഒഫീഷ്യലി അതൊരു ലാംഗ്വേജ് ആയിട്ട് അല്ലെ അവിടുത്തെ രജിസ്റ്റേഴ്സിൽ, അവിടുത്തെ ഒഫീഷ്യൽ റെക്കോർഡുകളിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടത് ഈ ഒരു സമയത്താണ്. ഓക്കെ, അപ്പൊ മലയാളത്തിനെ എന്ത് ചെയ്തു? ഈ ചേര കിങ്ഡത്തിലെ റൂളേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലെ, ഒഫീഷ്യൽ റെക്കോർഡ്സിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. At the same time, the Cheras also drew upon Sanskritic traditions. Okay, സംസ്കൃത ഭാഷ അല്ലെ, നിങ്ങൾ സംസ്കൃത ഭാഷയെ പറ്റി പഠിക്കുന്നുണ്ടോ? നിങ്ങൾ സംസ്കൃത ഭാഷ, ഈ ഭാഷ എന്ന് പറയുന്ന ദൈവങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഭാഷയെന്നാ പറയാ. അപ്പം സംസ്കൃത ഭാഷ അല്ലെ, അവര് അതേസമയം തന്നെ സാൻസ്ക്രിറ്റിക് ട്രഡീഷൻസും ഡ്രീ അപ്പോൺ സാൻസ്ക്രിറ്റിക് ട്രഡീഷൻസ്. Temple theatre of Kerala was just traced to this period, borrowed stories from Sanskrit epics. കുറെ കഥകള് സാൻസ്ക്രിറ്റ് എപ്പിക്സിലുള്ള ഒത്തിരി കഥകള് ഡിറൈവ് ആയിട്ട് വന്നു. The first literary works in Malayalam dated to about the 12th century are directly indebted to സാൻസ്ക്രിറ്റ്. അപ്പം മലയാള ഭാഷയും സാൻസ്ക്രിറ്റും തമ്മിലുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു അല്ലെ പല പദങ്ങളും നമ്മളിന്ന് യൂസ് ചെയ്യുന്ന പദങ്ങളെല്ലാം സംസ്കൃതത്തിൽ നിന്ന് എടുത്തിട്ടുള്ള അല്ലെങ്കിൽ സംസ്കൃതത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ദക്ഷിണം എന്നൊക്കെ പറയും അല്ലെ, അല്ലെ പശ്ചിമഘട്ട മലനിരകൾ എന്നൊക്കെ പറയും. ഈ ദക്ഷിണം, പശ്ചിമം എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ എവിടുന്നാ വന്നിട്ടുള്ളത്? സംസ്കൃതം എന്നുള്ള ഈ പദം അല്ലെങ്കിൽ ഒത്തിരി വാക്കുകൾ നമ്മൾ സംസ്കൃതത്തിലുള്ളത് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, പ്രഭാതം എന്നൊക്കെ പറയുന്നത് അല്ലെ. അപ്പം സംസ്കൃതവും മലയാളവും തമ്മിൽ ഒരു കണക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻട്രസ്റ്റിംഗ്ലി enough, a 14th century text, the Leela Tilakam, dealing with grammar and poetics were composed in Manipravalam. എന്താ വായിക്കുക? മണിപ്രവാളം. ലിറ്ററലി ഡയമണ്ട്സ് ആൻഡ് കോറൽസ്. മണിപ്രവാളം എന്താണ്? ഡയമണ്ട്സ് ആൻഡ് കോറൽസ് എന്നാണ് അർത്ഥം. റെഫറിങ് ടു 2 ലാംഗ്വേജസ്. മണിപ്രവാളത്തില് എന്ത് 2 ലാംഗ്വേജസ് ആണ് അവിടെ പറയുന്നത്. ഒന്ന് സാൻസ്ക്രിറ്റ് ആണ്, മറ്റേത് ഒരു റീജിയണൽ ലാംഗ്വേജിനെയാണ് എന്ത് പറയുന്നത്? മണിപ്രവാളം അല്ലെങ്കിൽ ഡയമണ്ട്സ് ആൻഡ് കോറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലാംഗ്വേജിനെയാണ് അത് കാണിക്കുന്നത്, സാൻസ്ക്രിറ്റും റീജിയണൽ ലാംഗ്വേജസും. ഇനി നമ്മൾ നോക്കുകയാണ് റൂളേഴ്സ് ആൻഡ് റിലീജിയസ് ട്രഡീഷൻസ്. ഓക്കെ, ഭരിക്കുന്ന ആൾക്കാരും ഒരു റിലീജിയന്റെ ഒരു ട്രഡീഷനും അല്ലെ. ഇവിടെ നമ്മൾ ഒരു റിലീജിയൻ ട്രഡീഷൻ നോക്കാം നമുക്ക്. സോ ആൻഡ് അതർ regions, regional cultures grew around religious traditions. The best example of this process is the cult of Jagannatha.
ഓക്കെ, ആ ഒരു റിലീജിയസ് ട്രഡീഷനും ആ റൂളേഴ്സിന്റെ റീജിയണൽ ആയിട്ടുള്ള കാര്യവും എന്താണ്, അതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ ഇവിടെ കാണുന്ന ഏതാണ്, കൾട്ട് ഓഫ് ജഗന്നാഥ. ജഗന്നാഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുവിന്റെ പേരാണ്. ഓക്കെ, വിഷ്ണു ഭഗവാന്റെ പേരാണ്. ലോർഡ് ഓഫ് ദി വേൾഡ് അല്ലെ, ലോകത്തിന്റെ ലോർഡ് ആയിട്ട് കാണുന്ന വിഷ്ണു ദൈവത്തിന്റെ പേരാണ് ജഗന്നാഥ എന്ന് പറയുന്നത്. അറ്റ് പൂരി, ഒറീസ. To date, the local tribal people make the wooden image on the deity, which suggests that the deity was originally a local god who was later identified grew with Vishnu. അല്ലെ, ഒറിജിനലി ഒരു റീജിയണൽ ആയിട്ടുള്ള ഒരു ലോക്കൽ ഗോഡ് ആയിട്ട് കൺസിഡർ ചെയ്ത് പിന്നീട് അത് ലോർഡ് വിഷ്ണു എന്നുള്ള രീതിയിലേക്ക് ഒരു ട്രാൻസ്ലേഷൻ, അതിനു വേണ്ടിയിട്ട് ഉള്ള ആ ഒരു പ്രോസസ് അല്ലെ. വിഷ്ണു എന്ന് പറയുന്ന ഹിന്ദു അല്ലെ, ഹിന്ദു റിലീജിയനെ കണക്ട് ചെയ്യുന്ന ഒരു ലോർഡ് അല്ലേ. ആൻഡ് അതാണ് റൂളേഴ്സും അതുപോലെ തന്നെ റിലീജിയസ് ട്രഡീഷനും കൾട്ട് ഓഫ് ജഗന്നാഥ എന്ന് പറയുന്ന എക്സാമ്പിൾ നിങ്ങൾ ഓർത്തു വെക്കുക. In the 12th century, one of the most important rulers of the Ganga dynasty, ആരാണ്, അനന്തവർമ്മൻ. എന്താണ്, ഗംഗാ ഡൈനസ്റ്റിയിലുള്ള അനന്തവർമ്മൻ decided to erect a temple അല്ലെ, അമ്പലങ്ങള് to temple for Purushottama Jagannatha at പൂരി അല്ലെ. ജഗന്നാഥ എന്ന് പറയുന്നത് വിഷ്ണുവിന്റെ സിനോണിം ആണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ആ റൂളർ എന്ത് ചെയ്തു, ഗംഗാ ഡൈനസ്റ്റിയിലെ അനന്തവർമ്മൻ എന്ത് ചെയ്തു, ഒരു ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്യാണ്. ആൻഡ് സബ്സിക്വന്റ്ലി in 1230 കിങ് Ananga Bhima III dedicated his kingdom to the deity and proclaimed himself as the deputy of the god. എന്താ ചെയ്തിട്ടുള്ളത്, 1230 അനന്ത ഭീമ III എന്ന് പറയുന്ന കിങ് എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ കിങ്ഡം എന്ത് ചെയ്തു, ഡീറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം എന്ത് ചെയ്തു, അയാളുടെ പേരിലേക്ക് ആക്കി കൊടുത്തു അല്ലെ. അദ്ദേഹം അത് ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ദൈവത്തിന്റെ ഒരു ഡെപ്യൂട്ടി ആയിട്ടാണ് അദ്ദേഹം സ്വയമായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ എന്താണ്, ഒരു റിലീജിയൻ അല്ലെ, റൂളേഴ്സും അവരുടെ റിലീജിയനും അതുവഴി വരുന്ന ഒരു ട്രഡീഷനുമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അല്ലെ. ഇവിടെ ടിപ്പിക്കലി ലോർഡ് വിഷ്ണുവിനെയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അല്ലെ. അപ്പൊ അവിടെ ഒരു ഹിന്ദു അല്ലെങ്കിൽ ഒരു ടെമ്പിൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. As the temple gained an importance as a center of pilgrimage അല്ലെ, അത് പിന്നെ ഒരു തീർത്ഥാടനം അല്ലെ. ടെമ്പിൾ എന്ന് പറയുന്ന ആൾക്കാർ വിസിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതൊരു പിൽഗ്രിമേജ് പോലെയുള്ളൊരു സ്ഥലമായിട്ട് പിന്നീട് വരികയാണ്. അതോറിറ്റി ഇൻ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ മാറ്റേഴ്സ് ഓൾസോ ഇൻക്രീസ്. All those who conquered Orissa, പിന്നീട് വന്നിട്ടുള്ള ആൾക്കാർ അല്ലെ, ഒറീസ അല്ലെങ്കിൽ ആ ഒരു ബംഗാൾ പ്രദേശം, ഒറീസ പ്രദേശത്തിനെ കീഴടക്കിയിട്ടുള്ള ആൾക്കാര് ആരാണ്, മുഗൾ അല്ലെ, മുഗൾ ഭരണാധികാരികളായിക്കോട്ടെ, പിന്നീട് വന്നിട്ടുള്ള മറാഠാസ് ആൻഡ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഇവരൊക്കെ പിൽക്കാലത്ത് അല്ലെ, പിന്നീട് ഈ ഒരു കൾച്ചറൊക്കെ കഴിഞ്ഞ് അല്ലെ, ഈ ഒരു ലോർഡ് വിഷ്ണുവിന് വേണ്ടി ടെമ്പിളൊക്കെ ഉണ്ടാക്കി അതിനുശേഷം വരുന്നതാണ് അല്ലെ ഈ മുഗൾ സാമ്രാജ്യം ആയിക്കോട്ടെ, മറാഠാസ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി attempted to gain over the control over the temple. ആ ടെമ്പിളിൽ പിന്നീട് അല്ലെ, ടെമ്പിൾ എന്ന് പറയുന്നത് ഒത്തിരി ആൾക്കാർ അവിടെ പിൽഗ്രിമേജ് ആയിട്ട് കണ്ടിട്ട് അല്ലെ, ഒത്തിരി ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പിന്നീട് വന്നിട്ടുള്ള ലാസ്റ്റ് വന്നിട്ടുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിക്കോട്ടെ, ഈ ടെമ്പിളിന്റെ മുകളിലേക്ക് ഒരു പവർ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. They felt that this would make their rule acceptable to the local people. അവരെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു, അവര് വന്നിട്ട് അവർ ഈ പ്രദേശം ഒന്ന് കീഴടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് അവര് പ്രൈമറി ഇമ്പോർട്ടൻസ് ഈ ടെമ്പിള് കോൺകർ ചെയ്യുന്നതിൽ കൊടുത്തത് എന്തുകൊണ്ടാണ് ഈ ടെമ്പിളിലാണ് ആൾക്കാരൊക്കെ വിശ്വസിക്കുന്നത്. അപ്പൊ ഈ ടെമ്പിള് നമ്മളുടെ കീഴിൽ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാരെ നമ്മുടെ വരുതിയിലേക്ക് അല്ലെങ്കിൽ ആൾക്കാരെ ലോക്കൽ പീപ്പിളിനെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളുടെ ഒരു പവർ സ്ട്രെങ്തൻ ആവും എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടാണ് എല്ലാ ആൾക്കാരും എന്ത് ചെയ്തിട്ടുള്ളത്, ഈ കൺട്രോൾ ഓവർ ദി ടെമ്പിൾ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മള് ഒറീസയിലെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ റൂളേഴ്സ് ആൻഡ് റിലീജിയസ് ട്രഡീഷനില് കൾട്ട് ഓഫ് ജഗന്നാഥ നമ്മള് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു അല്ലെ, ലോർഡ് വിഷ്ണുവിന്റെ രീതിയിൽ. ആൻഡ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് രാജ്പുട്ട് ആൻഡ് ട്രഡീഷൻസ് ഓഫ് ഹീറോയിസം. രാജ്പുട്ട് ആൻഡ് ട്രഡീഷൻസ്
എന്താണ് രാജ്പുട്ട് എന്താന്ന് നോക്കാം നമുക്ക്. ഇൻ ദ 19th century, the region that constitutes most of the present day Rajasthan. ഓക്കെ, ഇന്നത്തെ രാജസ്ഥാൻ സ്റ്റേറ്റ് ഇല്ലേടാ, രാജസ്ഥാൻ എന്ന് പറയുന്ന ഇന്നുള്ള സ്റ്റേറ്റ് ഒരു എവിടേക്കാ വരുന്നത്? വെസ്റ്റ് അല്ല, ഇന്ത്യയുടെ ഒരു വെസ്റ്റ് പോർഷനിലേക്ക് കാണുന്ന അല്ലെങ്കിൽ ആ ഒരു റീജിയനിൽ കാണുന്ന രാജസ്ഥാൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്, അതിനെയാണ് കോൾഡ് രാജ്പുട്ടാന. ആരാണ്? ബ്രിട്ടീഷുകാര് രാജസ്ഥാൻ എന്നല്ല രാജ്പുട്ടാന എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. While this may suggest that this was an area that was inhabited only or mainly by Rajputs. എന്തുകൊണ്ടാ രാജ്പുട്ടാന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാജസ്ഥാനില് എന്താണ് ആ സമയത്ത് രാജ്പുട്ട് എന്ന് പറയുന്ന ആൾക്കാർ മാത്രമേ ജീവിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരായിരുന്നു മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ രാജ്പുട്ട് ആയിരുന്നു എന്നുള്ള കോൺസെപ്റ്റിലാണ് രാജ്പുട്ടാന എന്ന് വിളിച്ചിട്ടുള്ളത്. ദിസ് ഇസ് ഓൺലി പാർട്ട്ലി ട്രൂ. പക്ഷെ അത് കംപ്ലീറ്റ് ശരിയൊന്നുമല്ല. ഈ രാജ്പുട്ടാനയില് രാജ്പുട്ട് മാത്രമൊന്നും അല്ല, പക്ഷെ രാജ്പുട്ട് ഉണ്ടായിരുന്നു, പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ടും ശരിയല്ല. ഇപ്പോഴും there were and also there are അല്ല ഇപ്പോഴും എന്തുണ്ട് several groups who identify themselves as Rajput in many areas of northern and central India. അപ്പം രാജ്പുട്ടാന അല്ലെങ്കിൽ ഇന്നത്തെ രാജസ്ഥാനിൽ മാത്രമല്ല, അവര് സെൻട്രൽ ഇന്ത്യന്റെ പല ഭാഗത്ത് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യന്റെ പല ഭാഗത്തൊക്കെ ആയിട്ട് ഈ രാജ്പുട്ട് ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്? രാജസ്ഥാനി അല്ലെ, രാജസ്ഥാനിലുള്ള രാജ്പുട്സ് എന്ത് ചെയ്യുന്നുണ്ട്? പല പല ഭാഗങ്ങളിൽ ഇന്ത്യയിൽ ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്? ജീവിക്കുന്നുണ്ട്. And of course there are several peoples other than Rajputs who live in Rajasthan. അല്ലെ, രാജസ്ഥാനിൽ രാജ്പുട്സ് മാത്രമാണ് ഉള്ളത്? അല്ല, പല ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്? രാജസ്ഥാനിൽ ജീവിക്കുന്നുണ്ട്. അല്ലെ, കേരളത്തിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞാലും ജോലിക്ക് വേണ്ടിയിട്ട് പല ആൾക്കാരും രാജസ്ഥാനിലൊക്കെ പോയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലെ. അപ്പൊ പല സ്ഥലങ്ങളിൽ നിന്നും രാജസ്ഥാനിൽ പോയിട്ട് താമസിക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും. However, the Rajputs are often recognized as contributing to the distinctive culture of Rajasthan. അപ്പം രാജസ്ഥാനിൽ ഒരു കൾച്ചർ ഉണ്ട് അല്ലെ, കേരളത്തിൽ ഒരു കൾച്ചർ ഉണ്ടെന്ന് പറയുന്ന പോലെ രാജസ്ഥാനിൽ ഒരു കൾച്ചർ ഉണ്ട്. ആ ഒരു കൾച്ചറിന് മെജോറിറ്റി ആയിട്ട് അല്ലെങ്കിൽ മെയിൻ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരായിരിക്കും? ഈ രാജസ്ഥാനിലുള്ള ഈ രാജ്പുട്ട് അല്ലെ, ഇവരായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവുക. These cultural traditions were closely linked with the ideals and aspirations of rulers. So, these cultural traditions were closely linked with the ideals and aspirations of rulers. From about the 8th century, most of the present-day state of Rajasthan was ruled by various Rajput families. അപ്പം 8th century മുതൽ ആരാണ് രാജസ്ഥാനെ റൂൾ ചെയ്യുന്നത്? രാജ്പുട്ട് ഫാമിലിയിലുള്ള ആൾക്കാരാണ് രാജസ്ഥാനെ കൂടുതലായിട്ടും റൂൾ ചെയ്യുന്നത്. പൃഥ്വിരാജ് അല്ലെ, നിങ്ങൾക്ക് അറിയായിരിക്കും, ഈ പേര് നിങ്ങൾക്ക് അറിയുന്ന പേരാണ് അല്ലെ, പൃഥ്വിരാജ് അല്ലെ, ഫിലിം സ്റ്റാർ ഉണ്ട് പൃഥ്വിരാജ്. അപ്പം പൃഥ്വിരാജ് വാസ് വൺ സച്ച് റൂളർ. അപ്പം രാജ്പുട്ട് ഫാമിലിയിൽപ്പെട്ട രാജസ്ഥാനില് റൂൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു റൂളറായിരുന്നു ആര്? പൃഥ്വിരാജ്. These rulers cherished the ideals of the hero who fought valiantly, often choosing death on the battlefield rather than face defeat. അപ്പം ഈ റൂളേഴ്സിന്റെ പ്രത്യേകത എന്തായിരുന്നു അല്ലെ? ബാറ്റിൽ ഫീൽഡിൽ അവർ ഒരിക്കലും എന്ത് ചെയ്യില്ല, കീഴടങ്ങുക അല്ലെങ്കിൽ പരാജയം സമ്മതിച്ചു കൊടുക്കുകയൊന്നും ചെയ്യില്ല. അവരെന്ത് ചെയ്യും? മരിക്കാനാണെങ്കിൽ അവർ ഡെത്തിനായിരുന്നു റെഡി ആയിട്ടുണ്ട്. അവർ മരിക്കുക അല്ലെ, അല്ലാതെ വേറൊരാൾക്ക് കീഴടങ്ങാൻ വേണ്ടിയിട്ട് അവരെന്തായിരുന്നില്ല? ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല. അവര് വേറൊരു ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവർ മരിക്കും. മരണത്തിനാണ് അവരെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുക, അല്ലാതെ വേറൊരാൾ വന്നിട്ട് ഇവരെ ഡിഫീറ്റ് ചെയ്യാന്നുള്ളൊരു പോളിസി അവർക്ക് ഉണ്ടായിരുന്നില്ല. സോ ഒരു എക്സാമ്പിൾ ആയിട്ട് ഉള്ളൊരു രാജ്പുട്ട് ഫാമിലിയിലുള്ള റൂളർ ആയിരുന്നു പൃഥ്വിരാജ്. സോ രാജ്പുട്ട് ഫാമിലിയിലെ റൂളറാണ് അത്. Stories about Rajput heroes were recorded in poems and songs. അല്ലെ, നമ്മള് പല കാര്യങ്ങൾ എന്ത് ചെയ്യും? പഴയ കഥകളൊക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നത്? അവിടെ പണ്ട് രാജാക്കന്മാരുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നത്? അവരുടെ റിമൈൻസ് ഉണ്ടാവും അല്ലെ, അവർ പണിത കൊട്ടാരങ്ങളോ അല്ലെങ്കിൽ അവരുടെ കഥകളൊക്കെ കേട്ടിട്ടായിരിക്കും അല്ലെ. ഷാജഹാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? അവരുടെ കഥകള്, അവരുടെ സ്മാരകങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതുപോലെ ഇവരുടെ കഥകളും പോയിന്റ്സ് ഒക്കെ നമുക്ക്
കിട്ടാൻ പറ്റും. which were recited by specially trained ministers. These preserve the memories of heroes and were expected to inspire others to follow their example. അപ്പം ഈ കഥകളിലായിക്കോട്ടെ, ഈ പോയംസ് ഒക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വായിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം അല്ലെ, അവരുടെ മൂല്യങ്ങൾ അല്ലെ, അവരുടെ വാല്യൂസിനെ ഉൾക്കൊള്ളുകൊണ്ട്, അവരുടെ ഐഡിയാസിനെ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെ, അത് ഫോളോ ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് തരുന്നത്. ഓർഡിനറി പീപ്പിൾ വെയർ ഓൾസോ അട്രാക്റ്റഡ് ബൈ ദീസ് സ്റ്റോറീസ് അല്ലെ, സാധാരണ ആൾക്കാർ അല്ലെ, ഓർഡിനറി പീപ്പിളും ഇത്തരം സ്റ്റോറീസിലൊക്കെ അട്രാക്റ്റഡ് ആയി പോവും. which often depicted dramatic situations and a range of strong emotions, loyalty, friendship, love, anger, etc. അപ്പം രാജ്പുട്ട് റൂൾ ചെയ്ത റൂളേഴ്സ്, അവരുടെ പോളിസീസ്, അവരുടെ സ്റ്റോറീസ് നമുക്ക് അവൈലബിൾ ആണ്. ഓർഡിനറി പീപ്പിള് അതിൽ നിന്നും വാല്യൂസ് ഉൾക്കൊണ്ട് ജീവിക്കുന്നു അല്ലെ. ആൻഡ് ഡിഡ് വിമൻ ഫൈൻഡ് എ പ്ലേസ് വിത്തിൻ ദീസ് സ്റ്റോറീസ്? സ്ത്രീകൾക്ക് അല്ലെ എവിടെയും നമ്മൾ വിമനെ ഒരു ചർച്ചാ വിഷയമാക്കാറുണ്ട്. അപ്പം ഇത്തരം സ്റ്റോറീസ് അല്ലെ, ഹീറോസ് ആയിട്ടുള്ള റൂളേഴ്സിന്റെ കഥകളൊക്കെ സ്റ്റോറീസിൽ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അവിടെ സ്ത്രീകൾക്ക് വിമൻ ഫൈൻഡ് എ പ്ലേസ് വിത്തിൻ ദീസ് സ്റ്റോറീസ്. ഇതില് ഫീമെയിൽസിന് അത്രത്തോളം റോൾ ഉണ്ടായിരുന്നു. Sometimes they figure as the cause for conflicts as men fought with one another to either win or protect women. എങ്ങനെയാണ് ഇവിടെ ഫീമെയിൽസിനെ പോർട്രേ ചെയ്തിട്ടുള്ളത്? അവര് എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ഒരു കോസ് ആയിട്ടായിരിക്കും ചിലപ്പോ പറയുന്നുണ്ടാവുക. ഓക്കെ, as men fought with one another to either win or protect women അല്ലെ, ഒരു ഫീമെയിലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അവിടെ ഒരു കോസ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റിന്റെ കോസ് ഒക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ ഫീമെയിലിനെ പറയാം. And women are also depicted as following their heroic husbands in both life and death. വിമനെ എങ്ങനെയാ പറഞ്ഞിട്ടുള്ളത് അല്ലെ, അവരുടെ ഹസ്ബൻഡ് ഭയങ്കര ഹീറോ ആണ്. അപ്പം അവരുടെ ജീവിതം ഹീറോ ആയിട്ടുള്ള ഹസ്ബൻഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അല്ലെ, ജീവിതത്തിലും ഡെത്തിലൊക്കെ ഒരുമിച്ച് കൂടെ നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആയിട്ടാണ് വിമനെ പറയുന്നത്. There are stories about the practice of sati or the immolation of widows on the funeral pyre of their husbands. നിങ്ങൾ കേട്ടിട്ടുണ്ടോ സതി? കേരളത്തിലും ഉണ്ടായിരുന്നു സതി. എന്താ സതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹസ്ബൻഡ് മരിച്ചു കഴിയുന്ന സമയത്ത് അല്ലെ, അന്ന് മാരേജിന് ഏർലി ഏജിലുള്ള മാരേജ് ആയിരിക്കും അല്ലെ, ഒരു 10 വയസ്സ് അല്ലെങ്കിൽ 12 വയസ്സൊക്കെ ഉള്ള സമയത്തുള്ള മാരേജ് ആയിരിക്കും. എന്നിട്ട് പോലും ഹസ്ബൻഡ് ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹസ്ബൻഡ് ഏജ്ഡ് ആയിട്ട് മരിക്കുന്നതായിരിക്കും, നല്ല പ്രായമുള്ള ആൾക്കാരായിരിക്കും ചിലപ്പോൾ മാരേജ് ചെയ്യുന്നുണ്ടാവുക. അപ്പം ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞാൽ ഹസ്ബൻഡിന്റെ ചെതയിൽ എന്ത് ചെയ്യും? ഈ ഫീമെയിൽ എന്ത് ചെയ്യും? ഈ വൈഫ് എന്ത് ചെയ്യണം? ചാടി മരിക്കും. അതാണ് സതി എന്ന് പറയുന്ന ഒരു ആചാരം. കേരളത്തിലും ഉണ്ടായിരുന്നു. അപ്പം അത്തരത്തിൽ അല്ലെ, ഹസ്ബൻഡിന്റെ കൂടെ മരണത്തിലും കൂടെ നിൽക്കുക എന്നുള്ളൊരു ഒരു കോൺസെപ്റ്റില് സതി എന്ന് പറയുന്ന റിച്വൽസ് ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. സോ ദോസ് ഹു ഫോളോഡ് ദ ഹീറോയിക് ഐഡൽ ഓഫൺ ഹാഡ് ടു പേ ഫോർ ഇറ്റ് വിത്ത് ദെയർ ലൈഫ്സ് അല്ലെ. ഒരു ഹീറോയിക് ഐഡിയൽ അല്ലെ, ഒരു ഹീറോയിനെ പ്രൊട്ടക്ട് ചെയ്യാം, അതിനു വേണ്ടിയിട്ട് അവർക്ക് ഫീമെയിൽസിന് എന്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു? അവർക്ക് അവരുടെ ജീവിതം തന്നെ എന്ത് ചെയ്യേണ്ടി വന്നിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. സതി എന്നൊക്കെ പറയുമ്പോൾ അല്ലെ ഡെത്തിലേക്ക് പോവാണ് അല്ലെ. ഫീമെയില് ഇഷ്ടം കൊണ്ട് മരിക്കുന്ന ആൾക്കാരുണ്ടാവും, ഇഷ്ടമില്ലാണ്ട് മരിക്കുന്ന ആൾക്കാർ അല്ലെ. അതൊരു ചടങ്ങായിട്ട് അത് ചെയ്തേ പറ്റുള്ളൂ, മരണത്തിന് കീഴടങ്ങിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് മരിക്കുന്ന ആൾക്കാർ. അപ്പൊ അവർക്ക് അവരുടെ ലൈഫും കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അത്തരത്തിലാണ് ഫീമെയിൽസിന് ഇത്തരം സ്റ്റോറീസിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അല്ലെ. ഫീമെയിൽസ് ഒന്നില്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡ്സ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ മെയിൽ ക്യാരക്ടർ ഫീമെയിൽസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അതിനൊരു കോൺഫ്ലിക്ട് എന്നുള്ള രീതിയിൽ അതൊരു കോസ് ആയിട്ട് അല്ലെ, അവിടെ ഒരു അടിപിടി നടക്കാനുള്ള ഒരു കോസ് ആയിട്ട് ചിലപ്പോൾ ഫീമെയിലിനെ കാണിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഫീമെയിൽ എന്ന് പറയുന്നത് അവരെ പ്രൊട്ടക്ട് ചെയ്ത് അല്ലെ, ഹീറോയിസ് ഹസ്ബൻഡ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് വന്നിട്ടുള്ളത് നോക്കാം നമുക്ക്. സോ മേക്കിംഗ് ഓഫ് റീജിയണൽ കൾച്ചേഴ്സ് എന്നായിരുന്നു നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. അതിനകത്ത് നമ്മൾ പറഞ്ഞു അല്ലെ, പല റീജിയണൽ കൾച്ചേഴ്സും ഡെവലപ്പ് ചെയ്യുന്നത് ഒന്നിലെ ഹിസ്റ്ററി പണ്ട് മുതലേ വരുന്നുണ്ട്, നമ്മൾ വേറെ സ്ഥലത്തിന്റെ ഒക്കെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതിന് ഇവല്യൂഷൻ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മിക്സ്ചേഴ്സ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ചേരാസ് ആൻഡ് ദി ഡെവലപ്മെന്റ് ഓഫ് മലയാളം അല്ലെ, ചേര കിങ്ഡം 9th സെഞ്ചുറിയിലുള്ള
ചേര കിങ്ഡത്തിനെ പറ്റിയിട്ട് എങ്ങനെയാണ് മലയാളം വന്നിട്ടുള്ളത്, അതിനകത്ത് സാൻസ്ക്രിറ്റിക് ടച്ചിനെ പറ്റി നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ നമ്മൾ റൂളേഴ്സും റിലീജിയസ് ട്രഡീഷനും, കൾട്ട് ഓഫ് ജഗന്നാഥ് അല്ലെ, ലോർഡ് വിഷ്ണു, അപ്പൊ അതിന്റെ പേരിൽ പിന്നീട് ടെമ്പിള് വന്നത് പറഞ്ഞു. പിന്നീട് വന്നിട്ടുള്ള അധികാരികൾ, ഈവൺ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോലും ടെമ്പിള് കോൺകർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു അഡോപ്റ്റ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ രാജ്പുട്ട് ആൻഡ് ട്രഡീഷൻസ് ഓഫ് ഹീറോയിസം അല്ലെ, രാജ്പുട്ടാന എന്ന് പറയുന്ന ബ്രിട്ടീഷുകാര്, രാജ്പുട്ടാന എന്ന് പറയുന്ന രാജസ്ഥാനിലെ മോസ്റ്റ് ഓഫ് ദി സ്ഥലത്തും ജീവിച്ചിട്ടുള്ള ആൾക്കാരെ രാജ്പുട്ട് എന്ന് പറഞ്ഞു. ആൻഡ് അവരുടെ ഐഡിയൽസ്, അവിടുത്തെ രാജ്പുട്ട് ഫാമിലീസിലുള്ള റൂളേഴ്സ്, അവർ ഫോളോ ചെയ്തിട്ടുള്ള കാര്യങ്ങള്, അതില് ഫീമെയിലിന്റെ ഇമ്പോർട്ടൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് വന്നിട്ടുള്ളത്. ചാപ്റ്ററിന്റെ ബാക്കി റിമൈനിങ് പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്